ജയാസ് വെറൈറ്റി വ്ളോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ പാചകമുണ്ട്. നമുക്ക് കുറച്ച് പാചകമൊക്കെ പറയാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൊച്ചുനാള് മുതൽ LKG UKG ഒക്കെ തൊട്ട് ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സൈസ് ഒരു ഇലയുണ്ട്. ആ ഇല ഇന്നും നിങ്ങൾക്ക് തുടർന്ന് കൊടുത്തോണ്ടിരിക്കാം. വലുതായാലും നമ്മൾ ആ ഇല അരിക്കകത്തൊക്കെ ഇട്ട് അരച്ച് അപ്പം ഉണ്ടാക്കി എല്ലാം കൊടുക്കാം. ആ ഇല വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും എല്ലാമായിട്ട് ഞാൻ പറമ്പിലൂടെയൊക്കെ പോകുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം. അപ്പൊ രാവിലെ തന്നെ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞട്ടോ. കുളിച്ചിട്ടല്ലേ നമുക്ക് ആഹാരം വെക്കാൻ പറ്റുള്ളൂ, സ്വാമിജി. അപ്പൊ ഇന്ന് നമുക്ക് ഇഡലി ആട്ടോ. നമ്മുടെ പെടയ്ക്കുന്ന ഇഡലി, പെടച്ചോണ്ടിരിക്കുന്ന ഇഡലിയാണ് ഇന്ന്. ഇഡലി കടലക്കറി ഇതാ കുക്കറിനകത്ത് എല്ലാം റെഡിയായി. ഇനി അരപ്പൊക്കെ ചേർത്ത് തിളയ്ക്കാൻ വെച്ചേക്കുന്നു. കടുക് വറുത്ത് നേരത്തെ തന്നെ വെച്ചു. എളുപ്പമല്ല എല്ലാവരും നോക്കുന്നത്. അപ്പം അത് തിളച്ചിട്ട് അങ്ങോട്ട് ഒഴിക്കുക. പിന്നെ ഇന്നൊരു പാവയ്ക്ക് അച്ചിങ്ങയും കൂടെ ഒരു മെഴുക്കുവരട്ടി വെക്കാൻ ഉദ്ദേശിച്ചേക്കുന്നു. അവന് ഒരു തോരൻ വെക്കാം, അച്ചിങ്ങ തോരൻ. ഞങ്ങൾ മടുത്തു തോരൻ കൂട്ടി. നമുക്ക് എപ്പോഴും മെഴുക്കുവരട്ടിയല്ലേ ഇഷ്ടം. അപ്പം അതും എല്ലാം വെച്ച്. പിന്നെ അതെ ഇന്നലത്തെ ഡൈ ഉണ്ടല്ലോ, എനിക്ക് സൂപ്പറായിട്ട് വന്നു കേട്ടോ. പിന്നെ അത് ഇവിടെ കുറച്ച് ഭാഗത്ത് നരയുടെ ഉണ്ട്, അവിടെ പിടിച്ചിട്ടില്ല. പക്ഷെ ഇനി എന്താണേലും പിടിക്കുമെന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും ഉപയോഗിച്ചോട്ടോ. അടിപൊളി റിസൾട്ടാണ്. നല്ലതായിട്ട് തന്നെ ഉണ്ട്. ഇവിടെയൊക്കെ നരയായിരുന്നു കേട്ടോ. അതൊക്കെ റെഡിയായി. ഇവിടെ കണ്ടോ, ഇവിടെ മാത്രം ഒരു ഇത്തിരിയുടെ വ്യത്യാസമുണ്ട്. അത് ഞാൻ അടുത്ത ആഴ്ച തന്നെ തേക്കും. അപ്പൊ എല്ലാവരും അത് ഉപയോഗിച്ചോ, ഒരു കുഴപ്പമില്ല. അവള് പറഞ്ഞ കറക്റ്റ് തന്നെ. അപ്പൊ അതാ നമ്മുടെ കടലക്കറിയൊക്കെ അങ്ങനെ റെഡിയായി. ഇനി നമുക്ക് രാവിലെ ഇന്നുണ്ട് കേട്ടോ. അവർക്ക് സെം എക്സാം നടക്കുവാണ്, ശനിയാഴ്ച ഉണ്ട്. അതുകൊണ്ട് കടുകൊക്കെ നേരത്തെ വെച്ചോ. നേരത്തെ അല്ല, ഇപ്പം വെച്ചോളെ. അപ്പൊ അവന് ഇന്ന് സെം എക്സാം ഉള്ളതുകൊണ്ട് അവൻ രാവിലെ തന്നെ, അവന് ഇഡലി വേണ്ട, ഓട്സും ഏത്തപ്പഴവും ആണ് ഇന്നും രാവിലെ കഴിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ അത് കൊടുത്തു. അതും കഴിച്ച് അവൻ പോയി. അവന്റെ ഭാവം ക്ലിയർ ആക്കി. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാം കേട്ടോ. അപ്പൊ നമ്മുടെ കാപ്പൂടി എല്ലാം കഴിഞ്ഞോട്ടോ. കാപ്പി കുടിച്ചു. ഞങ്ങളെല്ലാരും ഒന്നിച്ചിരുന്ന് ഇഡലി, ചമ്മന്തി, സോറി കേട്ടോ, ഇഡലിയും കടലക്കറിയായിരുന്നു ഇന്ന്. പിന്നെ ഇന്നലെ ഞങ്ങള് ഇന്നലെ ഒരു 6 മണി കഴിഞ്ഞു കേട്ടോ. 6 മണി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പലത്തിൽ നമ്മുടെ കൊടിയേറി കിടക്കുമല്ലേ, നമ്മുടെ കുമാരനെല്ലൂരമ്മയല്ലേ, എൻ്റെ ജീവന്റെ ജീവനാ കുമാരനെല്ലൂരമ്മ. അപ്പം കുമാരനെല്ലൂർ അമ്പലത്തിൽ ഞാനും മൂത്ത മോനും പിന്നെ ചേട്ടനും കൂടെ പോയി. അമ്മ പറഞ്ഞു അമ്മ വരുന്നില്ല ഇപ്പം. അമ്മക്ക് കാർത്തികയ്ക്കല്ലേ അമ്മ? പറ അമ്മ കാർത്തികയ്ക്ക് പോന്നതെന്ന് പറ. ഞാൻ ഇപ്പൊ വരാം, ഇത് വെച്ചിട്ട് വരാം. പറ. ഞാനേ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നില്ല, കാർത്തികയ്ക്ക് വന്ന് തൊഴുതോളാവെന്ന് പറഞ്ഞു. കാർത്തികയ്ക്ക് അമ്മയ്ക്ക് കാലേ ഒത്തിരി നടക്കാൻ മേല, കുറച്ച് നമ്മൾ നോക്കണ്ടേ. അത് തന്നെ ദൈവം ഇത്ര ആക്കി തന്നല്ലേ. അത് തന്നെ. അപ്പൊ കാർത്തിക ദേവിയുടെ അനുഗ്രഹം അത്ര ആയത്. പിന്നെ നമ്മുടെ ആൾക്കാരുടെ എല്ലാരും എല്ലാവരുടെയും പ്രാർത്ഥന. അപ്പം കാർത്തികയുടെ അന്ന് ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അതെ, എല്ലാ വർഷവും കാർത്തികയുടെ അന്ന് എല്ലാ വർഷവും ഞാന് എന്നെ കല്യാണം കഴിച്ച് ഇവിടെ വന്നപ്പം മുതൽ ഞാൻ കാർത്തികയ്ക്ക് കൂടാൻ തുടങ്ങിയത്. വർഷം 50 58 വർഷമായല്ലേ കൂടാൻ തുടങ്ങിയിട്ട്. പിന്നെ വല്ല മുടക്കം ഇടയ്ക്ക് ചെറുപ്പമല്ലായിരുന്നോ, ഇടയ്ക്ക് വല്ല മുടക്കം വരുമ്പോ ചിലപ്പോ പോകാതാകും, അത്രയേ ഉള്ളു. അല്ലാത്തപ്പോഴെല്ലാം പോവായിരുന്നു. ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ദേവിയോട് ഞാൻ എന്നും പറയുന്നുണ്ട് എന്നെ കാർത്തികയ്ക്കൊന്ന് അവിടെ കൊണ്ടുവന്ന് തൊഴിയിക്കണേ എന്ന്. ഞാനാ കൊണ്ടുപോയി തൊഴുന്ന ദേവി അനുഗ്രഹിക്കണം. പിന്നെ അവളാ കൊണ്ടുപോകുന്നത്. പറഞ്ഞ ഉദ്ദേശം മനസ്സിലായല്ലോ. ദേവിയുടെ അനുഗ്രഹം വേണ്ടേ നമ്മൾ? അതെ, ദേവിയുടെ അനുഗ്രഹം വേണ്ടേ. അപ്പൊ പ്രസാദം ഉണ്ടാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ പ്രസാദ കൂട്ടിനൊക്കെ ഞങ്ങള് തിരക്കില്ല
ഞങ്ങളെ എല്ലാ വർഷവും കയറ്റി വിടുക. ഉള്ള കാര്യം പറയാം, നമ്മൾ ക്യൂവിൽ നിൽക്കാറില്ല. അമ്മയെ കാണുമ്പോ തന്നെ കയറ്റി വിടും. അതുകൊണ്ട് നോ പ്രോബ്ലം. അതെ, ഞങ്ങള് കാർത്തികയ്ക്ക് കാർത്തികയ്ക്ക് അമ്മയും കൊണ്ട് പോകാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇന്നലെ ചേട്ടനും മോനും മോനും മോളും കൊച്ചുമോനും എല്ലാം കൂടെ പോയി തൊഴുതു. കൊച്ചുമോനും നന്ദു ഞാൻ വിചാരിച്ച ഇളയത് വന്നില്ല. ഇളയന് പരീക്ഷയായിരുന്നു, അത് പോയില്ല. പിന്നെ കാർത്തികയ്ക്കെല്ലാം എവിടെ പോയാലും എനിക്ക് കൂട്ടാ. അതങ്ങനെ ഇങ്ങനെ എവിടത്തും പോകത്തില്ല. ഇവിടെ ഇരിക്കും, എനിക്ക് കൂട്ടായിട്ട് എപ്പോഴും അമ്മൂമ്മയുടെ വീടില്ല. പിന്നെ നമ്മൾ ഒന്നിച്ചു കൊണ്ടെടുത്ത് പോരും. അതെ, പോവും, ഒന്നിച്ചു കൊണ്ടെടുത്ത് പോവും. അങ്ങനെ പിന്നെ വാട എന്ന് പറഞ്ഞു. പിന്നെ പരീക്ഷ അത് തന്നെയല്ല, കാർത്തിക വരുന്നുണ്ടല്ലോ. അപ്പൊ ഇന്ന് വരെ ചിന്മയായിൽ സ്കൂളിൽ തൊട്ട് പഠിക്കുമ്പോ തൊട്ടും കാർത്തിക എന്ന് പറയുന്ന ദിവസം പിള്ളേര് ലീവ് എടുത്തിരിക്കും. ഇന്ന് വരെ സ്കൂളിൽ പോയിട്ടില്ല കാർത്തിക ദിവസം കേട്ടോ, പഠിത്തമുള്ള ദിവസം. ഞാൻ ഇന്ന് വരെ വിട്ടിട്ടില്ല. എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്കത് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ, ദേവിയെ ഭയങ്കര വിശ്വാസമാണ്. പോരാത്തന്നെ എന്റെ നാളും കൂടെ പോരാത്തന്നെ അവിടെ മോടെ നാളും കൂടെ കാർത്തിക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉത്രട്ടാതി വള്ളം കളിയുടെ അന്ന് ഇവരെ സ്കൂളിൽ വിട്ടിട്ടില്ല കേട്ടോ. പിന്നെ പരീക്ഷ ആണെങ്കിൽ ഇവിടെ അയക്കാൻ പറ്റത്തില്ല, അങ്ങനെ വല്ലതും പറ്റിട്ടേ ഉള്ളൂ. അല്ലാതെ ഇന്ന് വരെ ഞാൻ ഈ 2 ദിവസങ്ങളിൽ വിട്ടിട്ടേ ഇല്ല. അത്ര പഠിത്തമൊക്കെ മതിയെന്നേ, ദേവിയുടെ ഒക്കെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് മതിയില്ലേ. പിന്നെ കാർത്തികയുടെ അന്ന് വല്ല സെം എക്സാമോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, പോകാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഡേറ്റ് നോക്കിയില്ല കേട്ടോ. കാർത്തിക 13 കാർത്തിക 13 വെള്ളിയാഴ്ച അല്ലേ, 13 വെള്ളിയാ കാർത്തിക അല്ലേ. അപ്പൊ അന്ന് പരീക്ഷ ഉണ്ടോ നോക്കിയില്ല. പരീക്ഷ സെം എക്സാം ആയതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ പരീക്ഷ ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാരും കൂടെ കാർത്തികയ്ക്ക് പോകുന്നത്. പോയി പ്രസാദമൊക്കെ ഉണ്ട്. അപ്പൊ കാർത്തികടന്ന് ഞാൻ ശരിക്കും ഇന്നേ ഞാൻ മെസ്സേജ് പറയുവാണേ. ഇന്ന് വീഡിയോ കാണുന്നവരെല്ലാം കേട്ടോണേ, എന്നെ കാണാൻ ആഗ്രഹമുള്ളവർ, എനിക്കും എല്ലാവരെയും കാണാൻ ആഗ്രഹമുണ്ട്. കാർത്തികടന്ന് ഇവിടുന്ന് ഞങ്ങളൊരു 10 മണിയാകുമ്പോഴേ ഇറങ്ങത്തുള്ളൂ. ഒരു 9:45 10 ആകുമ്പോ ഇവിടുന്ന് ഇറങ്ങും. വണ്ടിയിലാണ് നമ്മുടെ വണ്ടി കാറ് ചിലപ്പോഴേ എടുക്കുള്ളൂ, കാരണം ഭയങ്കര തിരക്കല്ലേ. ഇപ്പൊ ഓട്ടോയിൽ ഞങ്ങൾ വരത്തോളെ, ഞങ്ങളെല്ലാവരുടെ ഓട്ടോയിൽ വരും. കഴിഞ്ഞ വർഷമൊക്കെ ചേച്ചിമാർ 2 പേരും ഇവിടെ വന്നു. ഇപ്രാവശ്യത്തെ തീരുമാനിച്ചിട്ടില്ല എങ്ങനെയാന്നുള്ളത്. അപ്പം ഞങ്ങളെല്ലാരും കാർത്തികയുടെ ഇവിടുന്ന് 10 മണിയൊക്കെ അങ്ങേറ്റം 10 മണി ഇറങ്ങിയിട്ട് അവിടെ ഞങ്ങള് ഒരു 1:30-2 മണിയോളം ഉണ്ട് കേട്ടോ. അമ്പലത്തിലുണ്ട്, എന്താണേലും 1:30 മണിയോളം ഉണ്ട്. അപ്പം നമുക്ക് എവിടാന്ന് വെച്ചാ കാണണം കേട്ടോ. പറഞ്ഞേക്കണേ, മെസ്സേജ് വിടണേ. ഇത്ര സമയത്തില് ഞാൻ ഇന്നടത്തുണ്ടെന്ന് പറയണേ, ഞാൻ അവിടെ വന്ന് നോക്കും, ഉറപ്പായിട്ട് നോക്കും കേട്ടോ. അപ്പം നമുക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു, ജയേ എന്റെ വീട് തെക്കേ നടയുടെ അവിടാണ്, അപ്പം വരണേ, കാർത്തികടന്ന് കാണണം കേട്ടോ. ഇന്നലെ ഞാൻ പെട്ടെന്ന് നിരൂപിച്ചതായതുകൊണ്ട് അതിനൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. വൈകിട്ട് ഞങ്ങൾ കുറേ നേരം പോയി കടലയും അതും ഇതൊക്കെ തിന്ന് അതുവഴിയെല്ലാം കയറി ഇറങ്ങി നടന്ന പിന്നെന്തായിരുന്നു ആനയും അതും ഇതും എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് കേറിയപ്പോ അകത്ത് കയറിയപ്പം ദേവി അവിടെ വാതിൽ അടച്ചിട്ടേക്കുമായിരുന്നേ. സങ്കടം വന്നു, കാണാൻ പറ്റിയില്ലല്ലോ എന്റെ ദൈവമേ, ദേവി എനിക്ക് കാണാൻ പറ്റും. പുറത്തിറങ്ങി ചുറ്റുവറ്റപ്പോ ഉണ്ടല്ലോ അത്താഴപൂജ. എന്റെ ദൈവമേ, എന്റെ മുമ്പിൽ തന്നെ വട്ടം ചുറ്റി വന്നു. സുഖമായിട്ട് ഞാൻ തൊഴുതു. ഒരു നിമിത്തം തന്നെ കേട്ടോ, എന്റെ മനസ്സുരുകി ഞാൻ എന്തോർത്തോ അതെല്ലാം ഇന്ന് വരെ ദേവി എനിക്ക് നടത്തി തന്നിട്ടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിലാട്ടോ. ഞങ്ങൾ കണ്ടു തൊഴുതു. പിന്നെ തിരുവാതിര കളിയൊക്കെ കുറെ ആൾക്കാരുടെ ഉണ്ടായിരുന്നു, അതുമെല്ലാം കണ്ടു. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം അല്ലേ ശരിക്കും പറഞ്ഞ. നമ്മുടെ ജീവിതത്തില് നമ്മുടെ ചേട്ടന്മാരെല്ലാം പറയുന്നിടത്തും എല്ലാം കൊണ്ടുപോകും, എല്ലാ കാര്യവും നോക്കി നടത്തി. ഞങ്ങളുടെ 3 പേരുടെ അങ്ങനെ കേട്ടോ. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. ശരിക്കും ഇതൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നത്. ഒന്നല്ലേ ഉള്ളു അല്ലേ. നമ്മളെല്ലാവരും ജീവിക്കുന്നു, എല്ലാവരും ഒരിടത്തോട്ട് പോകുന്നു. ആരും ഇരിക്കുന്നവർ ചിന്തിക്കുന്നില്ല അല്ലേ ഇതിനെ കുറിച്ചൊന്നും. ശരിക്കും പറഞ്ഞാൽ ഞാനാ വലുതെന്നും പറഞ്ഞ ആൾക്കാർ നടക്കുന്നത് എന്തിനും അല്ലേ. ശരിക്കും പറഞ്ഞ നമുക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല, ഒന്നുമില്ല. നമ്മള്
നല്ല രീതിയിൽ അങ്ങ് പോവുക അല്ലെ. പിന്നെ ഇങ്ങോട്ട് മൈൻഡ് കൂടുതലില്ലാത്തവരെ മൈൻഡ് ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. ഇവിടെ വേകാനുണ്ട് കേട്ടോ, വേഗട്ടെ, എന്നിട്ട് നമുക്ക് കാണാവേ. അപ്പൊ ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞ എന്ത് കറിയാ വെച്ചെന്നറിയാവോ? ഇന്ന് നമ്മള് ഒരു പരിപ്പ് വെക്കും, അതാ വേവിച്ച് വെച്ചേക്കുക കേട്ടോ, ചെറുപയർ പരിപ്പ മോനിഷ്ട. അപ്പൊ അതും പപ്പടവും കാച്ചി അച്ചിങ്ങ തോരനും അച്ചാറും ഉണ്ട്, അവന്റെ കാര്യം ഓക്കെ ആയി. പിന്നെ രണ്ടാമത്തെ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കുറച്ചൊക്കെ കഴിച്ചോളൂ, അതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾക്ക് പുളിശ്ശേരി ഇരിപ്പുണ്ട്, പരിപ്പ് വേണ്ടവർക്ക് കൂട്ടാം, പപ്പടമുണ്ട്, കിച്ചടി പാവയ്ക്ക കിച്ചടി ഇരിപ്പുണ്ട്. ഇന്ന് ഞാനൊരു മെഴുക്കോരട്ടി വെച്ചു, ഇതാ അച്ചിങ്ങയും പാവയ്ക്കയും കൂടെ മെഴുക്കോരട്ടി വെച്ചു. പിന്നെന്താ, തൈരും ചമ്മന്തി, മാങ്ങ ചമ്മന്തി, ഇത്രയൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ കാര്യം സുരക്ഷിതമായി. അപ്പൊ മുഴുവൻ പറഞ്ഞു വന്നതെന്നു വെച്ചാൽ ഇന്നലെ വന്ന വഴിക്കുന്നിട്ട് ആനന്ദമന്ദിരത്തിൽ ആര്യാസാണെന്ന് ആനന്ദമന്ദിരം കയറി മേടിച്ചോണ്ടാ പോകുന്നത്. ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ ഇവർക്കുള്ളത് പാഴ്സൽ മേടിച്ചോണ്ട് പോന്നു, വെജിറ്റേറിയൻ മേടിച്ചോണ്ട് പോകും. അപ്പൊ നമുക്ക് ഇനി അടുത്ത കാര്യത്തിലോട്ട് പോവാം കേട്ടോ, അടുത്ത കാര്യത്തിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ ഉച്ച വരെയുള്ള എല്ലാ പണികളും കഴിഞ്ഞട്ടോ. പിന്നെ നിങ്ങൾ കൊടങ്ങൽ എന്നും പറയുന്ന ഒരില കേട്ടിട്ടുണ്ടോ? ആ ഇലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. നമ്മുടെ കൊച്ചുനാളിലുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നപ്പോൾ LKG UKG ചെറിയ പ്രായത്തില് നമ്മുടെ എൻ്റെ അമ്മയുടെ അനിയത്തി അവരൊക്കെ അങ്ങ് അമേരിക്കയും അവിടെ ചിറ്റയൊക്കെ അവിടെ ആയിരുന്നു. പിന്നെ അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു ഈ ഇല. അപ്പോൾ ഇവിടുന്ന് പാക്കറ്റിലാക്കി ഈ കൊടങ്ങലിൻ്റെ ഇല പറിച്ചോണ്ട് പോയി അങ്ങ് കൊണ്ടുപോയി പിള്ളേർക്കൊക്കെ കുഞ്ഞുങ്ങളായിരുന്നപ്പോഴത്തേക്കും ബുദ്ധി ഉണ്ടാവാൻ ബെസ്റ്റ് സാധനമാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ചിറ്റ ഇപ്പം ചിറ്റപ്പൻ അവിടെ ഒറ്റയ്ക്കാണല്ലോ ഇപ്പൊ താമസിക്കുന്നത്, ആലപ്പുഴയിൽ. ഇന്നാൾ ചേച്ചിയുടെ വീഡിയോ കണ്ടില്ലല്ലോ. അപ്പൊ അവിടെ പിള്ളേരല്ല, അവർ അമേരിക്കയില. അപ്പൊ ചിറ്റ ഈ കൊടങ്ങലിന്റെ ഇല ഉണ്ടല്ലോ, അവരൊക്കെ അവിടെ ഇങ്ങനെ വളർത്തിയേക്കുവാണ്. പണ്ട് നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം മാതിരി ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ വംശനാശം ആയെന്ന് തോന്നുന്നു കേട്ടോ, അതെല്ലാം നശിച്ചെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാൻ പോയി പറമ്പിലുണ്ടോന്ന്. പിന്നെ ആ ഇല ബെസ്റ്റ് സാധനമാണ്. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നവർക്കൊക്കെ നല്ല വെള്ളത്തിനകത്തൊക്കെ അരച്ച് ഒക്കെ കുറുക്കുന്ന കൂട്ടത്തിലൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മുടെ മോനൊക്കെ കൊടുത്തിട്ടുള്ള കേട്ടോ, ഇഷ്ടം മാതിരി. ഒരു 4 ഇല മതി, കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഒരു തീരെ കുഞ്ഞുങ്ങൾക്കല്ല കേട്ടോ, LKG UKG പറയുന്ന അവർക്കാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ 2 ഇലയൊക്കെ ഇട്ട് ഒന്ന് അരിച്ച് നല്ലതായിട്ടൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ല സൂപ്പർ സാധനം, ബുദ്ധി ഉണ്ടാവാൻ. ഇപ്പൊ ചിറ്റയൊക്കെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു അവര് ഈ കൊടങ്ങലിന്റെ ഇല ചിറ്റയൊക്കെ എടുത്തിട്ട് കുറച്ചെടുത്ത് അരിഞ്ഞിട്ട്, ഇപ്പൊ ഇത്രയും പ്രായമായില്ലേ, 70-77 വയസ്സുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ട് അരിമാവിനകത്ത് അരച്ച് ഈ അപ്പം പോലെ ഉണ്ടാക്കിയിട്ട് മുറിച്ച് ചിറ്റയും ചിറ്റപ്പനൂടെ കഴിക്കും. എന്താണെന്നറിയാവോ? എല്ലാ വയറ് സംബന്ധിച്ചുള്ള അസുഖത്തിന് എല്ലാത്തിനും ബെസ്റ്റാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇല അറിയാവോ? ആ ഇല നമുക്കൊന്ന് കാണാൻ പോവാം. നമ്മുടെ പറമ്പിലുണ്ടെങ്കിൽ കാണിക്കാം, എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന്. അറിയാത്തവര് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കിട്ടുവാണെങ്കിൽ ഞാൻ എപ്പോഴാണെങ്കിലും കാണിച്ചത്. ഇപ്പൊ നമുക്കൊന്ന് പോയി ഈ ഭാഗത്തൊക്കെ പോയി നോക്കാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ പറമ്പില് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പോഴുള്ള ആൾക്കാരൊന്നും ഇതൊന്നും നോക്കുന്നുമില്ല, എടുക്കുന്നുമില്ല, ഒന്നുമില്ല അല്ലേ. നമ്മൾ ഇലവർഗ്ഗങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മളൊക്കെ പണ്ട് കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇഷ്ടംമാതിരി ഇലവർഗ്ഗം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതായിരിക്കാം ഒരു പക്ഷെ എനിക്ക് ഒരു അസുഖമോ ഷുഗറോ പ്രഷറോ അങ്ങനെയുള്ള ഒന്നുമില്ല. പണ്ടേ ഞാൻ മൈസൂർ ചീരയുടെ ഇലയൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംമാതിരി കേട്ടോ, അത് തന്നെയായിരുന്നു. തോരൻ ഇപ്പൊ എടുക്കാറേ ഇല്ല. ഇപ്പൊ എടുക്കുന്നില്ല. അല്ല കേട്ടോ, നമ്മളിടയ്ക്ക് ആഴ്ചയിലൊന്ന് ചെയ്യുന്നുണ്ട്. ചേട്ടൻ ടൗണിൽ പോയതായിരുന്നു കേട്ടോ. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ കഴിച്ചതിന്റെ ഗുണമായിരിക്കാം ഇന്നൊരു പക്ഷെ എൻ്റെ ശരീരത്ത് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാണ്, ഇതുവരെ പ്രശ്നമൊന്നുമില്ല എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നാളത്തെ കാര്യം നാളെയല്ലേ അറിയത്തുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ചെറുതിലേ തൊട്ട്, അല്ലാണ്ട് ഒരിടപ്രായം കഴിഞ്ഞിട്ട് കഴിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ. മൈസൂർ ചീരയുടെ ഇല ഞാൻ കഴിക്കുമായിരുന്നു, അതാ മെയിൻ. എൻ്റെ മുരിങ്ങയില എപ്പോഴും ആഹാരത്തിൽ ഞങ്ങൾ ആഴ്ചയിലൊന്ന് ഉൾപ്പെടുത്തും. പിന്നെ സാമ്പാർ ചീര അത് കഴിക്കും. പിന്നെ പയറില്ലേ, നമ്മുടെ പയറിനെ നമ്മൾ ഇത് ഇടത്തില്ലേ,
എന്നാ കൃഷി ചെയ്യത്തില്ലേ, അപ്പൊ പയറിന്റെ നാമ്പില്ലേ അതെടുത്ത് തോരൻ വെക്കും. പിന്നെ മത്തയുടെ ഇല, മത്തയുള്ളപ്പം മത്തയുടെ ഇല തോരൻ വെക്കും. കോവലെന്ന് പറഞ്ഞാൽ മീനടൻ രാജു എന്ന് പറയുന്ന ഒരു കാർഷിക മേള വരുമ്പോഴത്തേക്കും പുള്ളിയുടെ കോവല് അവർക്ക് ഭയങ്കര ഇതാണ്. അതിന്റെ തൈയ് കമ്പ് നമ്മുടെ ഇവിടെ വെച്ച് ഫ്ലവർ ഷോ വരുമ്പോൾ, ഇനിയിപ്പോൾ ജനുവരി കൊണ്ടുവരും, ജനുവരി വരുമ്പോൾ ഇഷ്ടംമാതിരി സാധനങ്ങൾ വരും. അപ്പം അതിന് കൊണ്ടുവരുമ്പോൾ ഞാനത് വാങ്ങിച്ച് വെച്ച് ഇവിടെ നിറച്ച് കോവലായിരുന്നേ. അപ്പം ആ കോവലിൻ്റെ ചെറിയ ഇല, കുരുന്നില, അതെല്ലാം തോരൻ വെച്ച് സത്യമായ കാര്യമാണ്, ഞാൻ ഇതെല്ലാം തിന്നുമായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ, ഈ നമ്മുടെ മൂത്ത മോന് രണ്ടാമത്തെ മോനും ഒക്കെ കുഞ്ഞായിരുന്നപ്പം മൈസൂർ ചീരയുടെ ഇല ഇതെല്ലാം അവർ നന്നായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന. ശരിക്കും ഇടപ്രായമായി സ്വാദൊക്കെ പിടിച്ച് വന്നു തുടങ്ങിയപ്പോഴാണ് ഇതൊക്കെ മാറ്റി വെച്ചത്. അല്ലാത്തപ്പം മൈസൂർ ചീരയുടെ ഇലയൊക്കെ ഉരുട്ടി ചോറിനകത്ത് വെച്ച് കുഞ്ഞായിരുന്നു, 6 മാസം തൊട്ട് സത്യം നന്നായിട്ട് അവൻ കഴിക്കുമായിരുന്നു കേട്ടോ. ഏത്തപ്പഴം വടിപ്പിലിട്ട് ചുട്ടായിരുന്നു ഞാൻ കൊടുക്കുന്നത് കുഞ്ഞായിരുന്നപ്പം. അതിൻ്റെയൊക്കെ ഗുണങ്ങളുണ്ട് കേട്ടോ, ഉള്ള കാര്യം പറയാം. അപ്പം ഞാൻ കല്യാണത്തിന് മുമ്പ് തൊട്ടേ ഈ മൈസൂർ ചീരയുടെ ഇല ഒരു മുട്ട പൊരിച്ചതുമാണ് എൻ്റെ മെയിൻ ആഹാരം. ആരോട് ചോദിച്ചാലും അറിയാം. ആ ഇലവർഗ്ഗമൊക്കെ കഴിച്ചതിൻ്റെ കൊണ്ടായിരിക്കാം കേട്ടോ. എനിക്ക് ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോൾ ഇല്ല, ഒന്നും ഇതുവരെ ഇല്ല കേട്ടോ. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ, അതേ പറയാൻ പറ്റും. അപ്പം നമുക്ക് എന്താണില്ല കൊടങ്ങലിൻ്റെ ഇല നമ്മുടെ പറമ്പിലുണ്ടോ എന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പം നമുക്ക് കൊടങ്ങലിൻ്റെ ഇല പോയി നോക്കാം. നമ്മുടെ ഇവിടെയൊക്കെ പണ്ടുണ്ടല്ലോ എന്തിലയായിരുന്നെന്നറിയാവോ, ഈ തെങ്ങിൻ്റെ കുറ്റിയിലൊക്കെ അല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ കൊടങ്ങലിൻ്റെ ഇല നിൽക്കുന്നത്. തെങ്ങും കുറ്റി അവിടെയൊക്കെയാണ് ശരിക്കും ഇത് നിൽക്കുന്നത്. എന്താണേലും ഉണ്ടോ നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയത്തില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഫോട്ടോ എങ്കിലും ഇട്ടേക്കാം കേട്ടോ. ഇമേജ് എന്തിൻ്റെയെങ്കിലും ഇതിനകത്തെടുത്ത് ഫോട്ടോ ഇട്ടേക്കാം. നമ്മൾ ഇതിനകത്ത് തപ്പിയാൽ കിട്ടുമല്ലോ. അപ്പം നമുക്ക് നോക്കാം തെങ്ങിൻ്റെ അവിടെ വല്ലതും ഉണ്ടോ നോക്കാവേ. ഈ കാട്ടിൻ്റെ അവിടെ എവിടെ കിട്ടാനല്ലേ സത്യം പറഞ്ഞാൽ തെങ്ങിൻ്റെ കുറ്റിയൊക്കെ ഉള്ളിടത്താണ് ഇത് കൂടുതലായിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കാവേ. ഒരെണ്ണം കിട്ടിയാൽ മതിയായിരുന്നല്ലോ എനിക്ക്. ശോ, കഷ്ടമായിപ്പോയല്ലോ ദൈവമേ. ഇതിനകത്തൂടെ ഞാൻ എങ്ങനെ പോയി നിങ്ങളെ കാണിക്കും കൊടങ്ങലിൻ്റെ ഇല? അറിയാവോ സംഭവം? എന്ത് കാടാന്ന് നോക്കിയേക്ക് ഇവിടൊക്കെ. എൻ്റെ പൊന്നു ദൈവമേ, മാറാൻ നിൽക്കുന്നുണ്ടോ? മാറാൻ വെട്ടുചേമ്പും മാറാനൂടൊക്കെ തെറ്റിപ്പോകും കേട്ടോ. ഈ ഇലയൊക്കെ ചിലവരൊക്കെ എടുത്ത് പൂക്കളൊക്കെ ആയിട്ട് ഇതൊക്കെ ആയിട്ട് ഭംഗിക്ക് വെക്കും. കൊള്ളത്തില്ല കേട്ടോ, ഇതൊക്കെ വിഷമയമുള്ള ഇലയാ. കാണുന്നില്ല, നമുക്ക് നോക്കട്ടെ. അപ്പം ഞാൻ ഈ പറമ്പിലൂടാണ് ഞാൻ പോയി കാണിക്കാൻ പോകുന്നത് നിങ്ങളെ. പക്ഷെ കുറച്ച് വരെ പോയിട്ട് അവിടെ ഒന്നും കണ്ടില്ലാത്ത കാര്യം ഞാൻ എങ്ങനെ കാണിക്കും? നോക്കാം, എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് തപ്പി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഫോട്ടോ എങ്കിലും വിടാവേ. നോക്കട്ടെ. ഉണ്ടെങ്കിൽ വേറെ ഇനി അപ്പുറത്ത് പോയി നോക്കാവേ. ഇതാ ഈ ആറ്റുമാലിലൊക്കെ ഇഷ്ടം മാതിരി ഉണ്ടായിരുന്നേ. ഇപ്പോൾ കൊടങ്ങൽ പോയിട്ടൊരു സാമാനം പോലും കാണുന്നില്ല. ഇല്ല, അമ്മ പറയുമായിരുന്നു നമ്മുടെ ഇവിടെ ഒന്നും ഇപ്പം ഇല്ലടി എന്ന് പറയായിരുന്നു. എന്തുണ്ടായിരുന്നു? മുക്കുറ്റി വേണ്ടിയായിരുന്നു ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ദാ മുക്കുറ്റിയുടെ കളി അവിടെ ദാ പൂക്കളുമായിട്ട് നിൽക്കുന്നുണ്ടോ? ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു ഔഷധ ശരിക്കും പറഞ്ഞ അല്ലേ. കണ്ടോ, നമ്മളിത് കളയാൻ നിർത്തിയേക്കാം. മുക്കുറ്റി അത് നിറച്ച് കണ്ടോ, ഇഷ്ടം മാതിരിയുണ്ട്. അതെ, ഈ ഇലയ്ക്ക് സമാനമായിട്ടാണ് കേട്ടോ കൊടങ്ങലിൻ്റെ ഇല. പക്ഷെ ഇത് കൊടങ്ങലിൻ്റെ ഇല അല്ല കേട്ടോ, ഇതുപോലിരിക്കും. അപ്പം നമ്മുടെ വീഡിയോ നിർത്താൻ സമയമായി. അപ്പം ഇതിനകത്ത് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എന്നല്ല എൻ്റെ ബെസ്റ്റ് സബ്സ്ക്രൈബേഴ്സ്. കാരണം എന്നാന്ന് വെച്ചാൽ എപ്പോഴും കാണുന്ന റോയൽ റോഡ് സൈക്ലിസ്റ്റ് അങ്ങനെയാന്ന് തോന്നുന്നു കേട്ടോ. ശരിയല്ലേ? അപ്പം തെറ്റുണ്ട ക്ഷമിക്കണം. ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞു. മോളെ ഹായ് ചക്കര ഉമ്മ. അപ്പം എപ്പോഴും എൻ്റെ വീഡിയോയ്ക്ക് കുറേ സിമ്പലും ഒക്കെ ഇട്ട വീഡിയോ എല്ലാം കാണുന്നതെന്ന് എനിക്കറിയാം. പിന്നെ ഒരു ശ്രീലക്ഷ്മി ചോദിച്ചേക്കുന്നു, ഒരു ഇരുമ്പ് അലർജി ഉള്ളവർ എന്ത് ചെയ്യുന്ന? അതിന്റെ ഉത്തരം എനിക്കറിയില്ല. അത് ശരിക്കും ഡോക്ടറോട് ചോദിച്ചാൽ മതി കേട്ടോ. കാരണം നമുക്ക്
അതിന്റെ ഉത്തരം ഡോക്ടറോട് ചോദിക്കുക. നമുക്ക് അത്രയ്ക്കുള്ള വിവരങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു അലർജി എനിക്കറിയത്തില്ല, എൻ്റെ അറിവിന് എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടാവാതിരിക്കാം. പക്ഷെ ശ്രീലക്ഷ്മി അത് നേരെ ഇന്ന് തന്നെ പോയി ഡോക്ടറോട് സംശയം തീർക്കുക, ഇരുമ്പിന്റെ അലർജി ഉള്ളവർ എന്ത് ചെയ്യുമെന്നുള്ളത്. ഇന്നലത്തെ ഡയഡൈനകത്താണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ സരസ്വതി സരയ് ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഒരു ഹായ് പറയണത്. ഹായ് ചേച്ചി. ചേച്ചി ഇപ്പൊ ലൈവിൽ വരുന്ന കൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ചേച്ചി ശരിക്കും പാചകത്തിൽ വന്നാൽ മതി. കാരണം ലൈവിൽ ചേച്ചി വരുമ്പോഴത്തേക്കുണ്ടല്ലോ കുറച്ച് ദിവസം നമ്മൾ കണ്ടു, പിന്നത്തെ ലൈവ് എല്ലാം ചേച്ചിയെ കാണുന്നില്ല. സത്യം പറഞ്ഞ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ചേച്ചി വർത്താനം പറയുന്നുണ്ട്, പക്ഷെ ചേച്ചിയെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ലൈവിൽ വരുമ്പോൾ നമുക്ക് സമയം കിട്ടത്തില്ല. നമ്മൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ. ഒറ്റ ദിവസം എല്ലാവരും കൂടെ ഒരു ലൈവിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, അത് ശരിയാവും. എന്നും ലൈവിൽ വരുമ്പോൾ ചേച്ചി ശരിക്കും എനിക്ക് വരാൻ പറ്റുന്നില്ല കേട്ടോ, സമയം കിട്ടത്തില്ല. അതും നമുക്ക് ലൈവിൽ വരുന്നവർക്ക് നമ്മളോട് സംസാരിച്ചുകൊണ്ട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കാം. പക്ഷെങ്കിൽ നമ്മൾ ഉത്തരം കൊടുക്കുന്നവര് നമ്മൾ ടൈപ്പ് ചെയ്യണം. അതല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു, ഒരു വോയിസ് റെക്കോർഡിങ്ങോ അങ്ങനെ, അല്ലെങ്കിൽ നമുക്കും ഇങ്ങനെ തിരിച്ചു പറയാനുള്ള ഓപ്ഷനോ എന്തെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. കാണുമായിരിക്കാം, എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ ഇപ്പം ലൈവിൽ കാണാത്ത കേട്ടോ. അല്ലാണ്ട് നമ്മൾ ചിലപ്പം ആ സമയത്തൊന്നും നമുക്ക് പറ്റത്തുമില്ല. പിന്നെ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മറ്റുള്ളവരുടെ വീഡിയോ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഒരു ദിവസം അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒറ്റ വീഡിയോ മറ്റുള്ളവരുടെ മുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം അതെല്ലാം കൂടെ കാണണ്ടേ. എനിക്ക് ഒത്തിരി ആൾക്കാരെ ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. അവരുടെ എല്ലാം വീഡിയോ ഞാൻ പോയി കാണുന്നുണ്ട്. ഒന്നുപോലും സ്കിപ്പ് ചെയ്യാതെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വരാത്തത്. കാരണം സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് പോയി കുറേ സ്കിപ്പ് ചെയ്ത് കുറേ കമൻറ്റ് വിട്ടിട്ടങ്ങ് പോവാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ എല്ലാവരുടെയും വീഡിയോ, എല്ലാവരുടെയും അല്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ചിലവരുണ്ട് ചുമ്മാ സൂപ്പർ അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ അവരുടെയൊക്കെ കാര്യം എനിക്കറിയാം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കുറേ ആൾക്കാരുടെ കണ്ടാലും എന്നെ കണ്ടാലും എൻ്റെ കണ്ടില്ലേലും കണ്ടാലും അത്രയും ആൾക്കാരുടെ ഞാൻ ഡെയിലി കാണുന്നതാണ്. ഒരു ടൈം ടേബിൾ രീതിയിൽ ഞാൻ അങ്ങ് തുടങ്ങും. ഫസ്റ്റ് തന്നെ എൻ്റെ ചേച്ചിയുടെ, സെക്കൻഡ് ശ്രീദേവി, തേർഡ് ജീന, അങ്ങനെയാണ് പോകുന്നത്. സുപ്രിയ, പിന്നെ റോസ്വില്ല, പിന്നെ നൂര, പിന്നെ സരസ്വതി സരയു ലൈവല്ല ഇതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ കാണും. അങ്ങനെ 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 പോവും. ബീന, നമ്മുടെ കുട്ടനാടൻ, പിന്നെ നമ്മുടെ ബിജീസ് കിച്ചൺ. ഇത് സ്ഥിരമായ കാഴ്ചകളാണ് എൻ്റെ കേട്ടോ. ഇതെല്ലാം ജോമ. ഇങ്ങനെ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ ആ മേളിൽ ഇങ്ങനെ പോകുന്ന ആ ഒരു സബ്സ്ക്രിപ്ഷൻ ഞെക്കുമ്പോൾ ഉള്ള ആ ഒരു ഇതാണ് ഞാൻ പോകുന്നത്. പിന്നെ എനിക്ക് കുറച്ച് രസമുള്ള കാര്യങ്ങൾ കാണാം, അമ്മയും മക്കളും എന്നുള്ള ആ ചാനൽ. അത് അവരൊന്നും നമ്മളെ ഹെൽപ്പൊന്നും ചെയ്യുന്നില്ല, എന്നാലും ഞാൻ കാണും കേട്ടോ. KL ബ്രോയ ഇതൊക്കെ ഞാൻ കാണാറുണ്ട്. പിന്നെ എന്താ, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ കുറേ ആൾക്കാരുടെയും കൂടെ കാണുന്നുണ്ട്. എല്ലാവരുടെയും പേരൊന്നും നമുക്ക് ഓർത്തിരിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇവരുടെയൊക്കെ ഞാൻ ഒരു മുടക്ക് പോലും വിടാതെ, ഒറ്റ ദിവസം പോലും വിടാതെ, എന്തെങ്കിലും മേലാഴി എവിടെയെങ്കിലും പോവുകയൊക്കെ ആണെങ്കിൽ മാത്രം അന്നത്തെ മുടങ്ങിയാലും പിറ്റേ ദിവസം ഞാൻ അതെല്ലാം കാണുന്നതായിരിക്കും. അത് പിന്നെ നമ്മുടെ കൊച്ച് അബു ആൻഡ് അതു ചാനല്, അങ്ങനെ കുറേ ആൾക്കാർ. പിന്നെ നമ്മുടെ ട്രിപ്പിൾ വ്ളോഗ്സ്, ഇതെല്ലാം കാണുന്ന കേട്ടോ. മോള് മാല ഇട്ടിട്ടുണ്ട്, മാളികപ്പുറം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിനെ, രണ്ട് പിള്ളേരെ എല്ലാം. പിന്നെ അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇനി പറയാത്തവരുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം. ഞാൻ കുറേ ആൾക്കാരുടെ എന്നും ഞാൻ വീഡിയോ കണ്ട് കമൻറ്റ് എടുത്തില്ല, അവരുടെ എല്ലാം കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം. ടാറ്റാ.